ഈ കൊടുത്തിരിക്കുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഞാനൊരു ഡേറ്റ് സീരീസ് എൻട്രി ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് 17 ജനുവരിയിലാണ്. ഈ കൊടുത്തിരിക്കുന്ന ഡേറ്റ് സീരീസിൽ നിന്നും ഏറ്റവും സിമ്പിളായിട്ട് ഇന്നലത്തെ ഡേറ്റ് ഹൈലൈറ്റ് ചെയ്യാനും ഇന്നത്തെ ഡേറ്റ് ഹൈലൈറ്റ് ചെയ്യാനും നാളത്തെ ഡേറ്റ് ഹൈലൈറ്റ് ചെയ്യാനും അതുപോലെ അവസാന 7 ദിവസങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനും ലാസ്റ്റ് വീക്ക് ഹൈലൈറ്റ് ചെയ്യാനും ഈ ഒരു ആഴ്ച ഹൈലൈറ്റ് ചെയ്യാനും നെക്സ്റ്റ് വീക്ക് ഹൈലൈറ്റ് ചെയ്യാനും അവസാന മാസങ്ങളിലെ ഡേറ്റുകൾ ഹൈലൈറ്റ് ചെയ്യാനും ഈ ഒരു മാസങ്ങളിലെ ഡേറ്റുകൾ ഹൈലൈറ്റ് ചെയ്യാനും അതുപോലെ അടുത്ത മാസങ്ങളിലെ ഡേറ്റുകൾ ഹൈലൈറ്റ് ചെയ്യാനും ഉപയോഗിക്കാൻ കഴിയുന്ന മൈക്രോസോഫ്റ്റ് എക്സലിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കണ്ടീഷണൽ ഫോമാറ്റിലെ ഡേറ്റ് അക്വയറിംഗ് എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു സ്പെസിഫിക് ഡേറ്റുകൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഡേറ്റ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം ഹോം ടാബിലെ കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ കാണുന്ന ഹൈലൈറ്റ് സെൽസ് റൂൾസ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഓപ്പണായി വന്ന ഈ ഒരു വിൻഡോയിൽ സെക്കൻഡ് ലാസ്റ്റായിട്ട് എ ഡേറ്റ് ഒക്യൂറിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എ ഡേറ്റ് ഒക്യൂറിംഗ് എന്നുള്ള ഒരു ചെറിയൊരു വിൻഡോ ഇനേബിൾ ആയത് കാണാം. ഈ ഒരു ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി സെലക്ട് ആയിട്ടുള്ള യെസ്റ്റർഡേ എന്നുള്ള ആ ഒരു ഭാഗം റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തത് കാണാം. ഏത് കളറിലാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് സെലക്ട് ചെയ്യാം. ഡിഫോൾട്ടായിട്ട് റെഡ് കളറിലാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ ഏറ്റവും താഴെ കസ്റ്റം ഫോർമാറ്റ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ 3 രീതിയിൽ ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ ഗ്രീൻ കളർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഗ്രീൻ കളറിൽ യെസ്റ്റർഡേ എന്നുള്ള ആ ഒരു സെല്ല് ഹൈലൈറ്റ് ചെയ്തതായിട്ട് കാണാം. ശേഷം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലെ ടുഡേ എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ഡേറ്റ് ഹൈലൈറ്റ് ചെയ്തത് കാണാം. ടുമോറോ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് നാളത്തെ ഡേറ്റ് ഹൈലൈറ്റ് ചെയ്തതായത് കാണാം. അടുത്ത ഓപ്ഷൻ ഇൻ ദ ലാസ്റ്റ് 7 ഡേയ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ അവസാനത്തെ 7 ദിവസം ഹൈലൈറ്റ് ചെയ്തതായത് കാണാം. ലാസ്റ്റ് വീക്ക് എന്ന് സെലക്ട് ചെയ്ത സമയത്ത് അവസാന വീക്കിലെ ഡേയ്സുകളും ദിസ് വീക്ക് എന്ന് സെലക്ട് ചെയ്ത സമയത്ത് ഈ ഒരു ആഴ്ചയിലെ ദിവസങ്ങൾ ഹൈലൈറ്റ് ചെയ്തതായിട്ടും കാണാം. നെക്സ്റ്റ് വീക്ക് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത ആഴ്ചയിലെ ദിവസങ്ങൾ ഹൈലൈറ്റ് ചെയ്തത് കാണാം. ലാസ്റ്റ് മന്ത് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ മാസത്തെ എല്ലാ ദിവസങ്ങളും ദിസ് മന്ത് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാസങ്ങളിലെ ഡേറ്റും നെക്സ്റ്റ് മന്ത് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത മാസത്തെ എല്ലാ ഡേറ്റുകളും ഹൈലൈറ്റ് ചെയ്തതായിട്ടും കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിലെ ഒരു സ്പെസിഫിക് ഡേറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. എക്സലിനെ കുറിച്ചുള്ള മലയാളം വീഡിയോകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.